Good morning. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് കമ്പനി ഇൻഫോന്റെ F11 ഫീച്ചർ എന്ന കോൺസെപ്റ്റ്. അപ്പോൾ ടാലിയിലെ F11 ഫീച്ചർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ F11 ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഫീച്ചേഴ്സ് എന്ന് പറയും. So by pressing the F11 key, we can change the company operation, alteration, and company features including accounting features and inventory features, statutory and tax, tally, etc. സോ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ F11 ഫീച്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് ഒരു കമ്പനിയുടെ ഓപ്പറേഷനിൽ വരുത്തുന്ന ചേഞ്ചസുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മളൊരു കമ്പനി അല്ലെങ്കിൽ ടാലി ഓപ്പൺ ചെയ്യുക. ടാലി ഞാൻ നേരത്തെ തന്നെ ഓപ്പൺ ചെയ്ത ടാലി ഓപ്പൺ ചെയ്ത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ടാലി ഓപ്പൺ ചെയ്യാം. ടാലി ഓപ്പൺ ചെയ്യാൻ കുറച്ച് സമയം പിടിച്ചു. ദെൻ വി ഹാവ് ടു കം ടു വർക്ക് മോഡ്. വാലറ്റ് വെക്കുന്നുണ്ട്. സെലക്ട് കമ്പനി ചെയ്യാം. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ കമ്പനി സെലക്ട് കമ്പനി ഞാൻ വാലറ്റ് കീ ഒക്കെ അടിച്ചു. ദെൻ എൻ്റെ കമ്പനിയുടെ വാലറ്റ് കാര്യങ്ങളും പാസ്വേഡ്. അപ്പോൾ കമ്പനിയുടെ ഗേറ്റ് വേ വന്നിട്ടുണ്ട്. ഗേറ്റ് വേ ടാലി എത്തിയിട്ടുണ്ട് നമ്മൾ. സോ ഈ ഗേറ്റ് വേ ടാലിയിൽ നമുക്കറിയാം ഈ കമ്പനി ഇൻഫോ അല്ലെങ്കിൽ F11 ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കം ടു ദി ബോട്ടം കോർണർ. ഇവിടെ ബോട്ടം കോർണർ F11 ഫീച്ചേഴ്സ് എന്ന് കാണുന്നു. സോ ഈ F11 ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകും. കമ്പനീന്റെ ഗേറ്റ് വേ ടാലിയിൽ നമ്മൾ എത്തും. അപ്പോൾ F11 ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? F11 ഫീച്ചേഴ്സിലെ ആദ്യത്തെ ഫീച്ചറാണ് അക്കൗണ്ടിങ് ഫീച്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അക്കൗണ്ടിങ് ഫീച്ചറാണ് ആദ്യത്തെ ഫീച്ചർ എന്ന് പറഞ്ഞു. Accounting feature എന്ന് വെച്ചാൽ accounting feature consists of configurations and functionality which is generally affect the accounting transaction and report. അപ്പോൾ കമ്പനിയുടെ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസിനെയും ഫങ്ഷനാലിറ്റീസിനും എഫക്ട് ചെയ്യുന്ന ഫീച്ചേഴ്സ് ആണ് അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് എന്ന് പറയും. അപ്പോൾ എന്തൊക്കെയാണ് അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് എന്ന് നോക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? കമ്പനിയുടെ ഗേറ്റ് വേയിൽ വരിക. ഗേറ്റ് വേയിൽ F11 ഫീച്ചേഴ്സ് വി ക്യാൻ പ്രസ് ദി ആൾട്ട് F11. ജസ്റ്റ് ഈ F11 അടിച്ചാൽ മതി. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ ബോട്ടം കോർണറിലേക്ക് ബിലോയിൽ എന്തുണ്ട്? F11 ഫീച്ചേഴ്സ് ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ കമ്പനിന്റെ ഫീച്ചേഴ്സ് കമ്പനി ഫീച്ചേഴ്സിലെത്തി. ഈ കമ്പനി ഫീച്ചേഴ്സിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ക്ലിക്ക് ചെയ്യാം. അക്കൗണ്ടിങ് ഫീച്ചർ എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് F1 എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് ആണ്. അപ്പൊ വി ക്യാൻ പ്രസ് ദി F1 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കമ്പനിയുടെ അക്കൗണ്ടിങ് ഫീച്ചറിലേക്ക് എത്തും. ഈ അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള 1, 2, 3, 4, 5, 6, 7 രീതിയിൽ എന്തുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻസ് അല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ടിങ് ഫീച്ചേഴ്സിലെ ക്ലാസിഫിക്കേഷൻ ജനറൽ ക്ലാസിഫിക്കേഷൻ. ദാറ്റ് മീൻസ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഓൺലി. അപ്പൊ നമ്മോട് ചോദിക്കുകയാണ് അക്കൗണ്ട്സുകൾ മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതിയോ? നമുക്ക് അങ്ങനെ അക്കൗണ്ട്സുകൾ മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതിയെങ്കിൽ നമ്മൾ എസ് നൽകിയാൽ മതി. അവിടെ ജസ്റ്റ് എസ് ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് നോ എന്ന് കൊടുത്തു. ദെൻ ഇന്റഗ്രേറ്റ് അക്കൗണ്ട് വിത്ത് ഇൻവെന്ററി. നമ്മൾ അടിക്കുന്ന ഓരോ വൗച്ചേഴ്സും അത് ഇൻവെന്ററിനും അക്കൗണ്ടുമായിട്ട് ഇന്റഗ്രേറ്റ് വേണം. ദെൻ യൂസ് ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഇൻസ്റ്റെഡ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന് പകരം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ടാക്കിയാൽ മതിയോ എന്ന് ചോദിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എസ് എന്ന് കൊടുക്കാം. വേണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് മാത്രം മതിയെങ്കിൽ നോ എന്ന് കൊടുത്താൽ മതി. എനേബിൾ മൾട്ടി കറൻസി. ഇപ്പൊ നമ്മൾ ഉദാഹരണം നമ്മൾ വേറെ രാജ്യത്തെ കറൻസിറ്റും നമ്മളെ ബാലൻസ് ഷീറ്റ് കാണിക്കണം താല്പര്യമുണ്ടെങ്കിൽ വി ക്യാൻ എന്ത് ചെയ്യാം? അവിടെ എസ് എന്ന് കൊടുത്തതിനു ശേഷം നമുക്ക് ഏത് കറൻസിയാണ് സെലക്ട് ചെയ്യാം. ദെൻ അടുത്തതാണ് ജനറൽ. ഇത്ര കാര്യങ്ങളാണ് പറയുന്നത്. മറ്റൊന്നാണ് ഔട്ട്സ്റ്റാൻഡിങ് മാനേജ്മെന്റ്. ഔട്ട്സ്റ്റാൻഡിങ് മാനേജ്മെന്റ് നമുക്ക് കിട്ടാനുള്ളത് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ. മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസിന്റെ ബില്ല് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം ചോദിക്കുന്നു. അതുപോലെ ഫോർ നോൺ ട്രേഡിംഗ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ ആക്ടിവേറ്റ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻസ് ആക്ടിവേറ്റ് ചെയ്യണോ? അതുപോലെ യൂസ് ഓഫ് പാരാമീറ്റേഴ്സ് ചോദിക്കുന്നുണ്ട്. ആക്ടിവേറ്റ് ചെയ്താൽ മാത്രം എന്തേ ഉള്ളൂ? ആ യൂസ് ഓഫ് പാരാമീറ്റേഴ്സ് ഓൺ ആവുന്നുള്ളൂ. ഇതിന് അടുത്തതാണ് കോസ്റ്റ് പ്രോഫിറ്റ് സെന്റർ ഓഫ് മാനേജ്മെന്റ്. നമ്മൾ കോസ്റ്റ് സെന്റേഴ്സ് ഉണ്ടാവില്ല. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന കേസുകളാണ്. മെയിൻറ്റെയിൻ പേറോൾ മെയിൻറ്റെയിൻ ചെയ്യണോ? അതുപോലെ മെയിൻറ്റെയിൻ കോസ്റ്റ് സെന്റേഴ്സ്. എസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതൊക്കെ കോസ്റ്റ് സെന്റേഴ്സ് ആണ് ചോദിക്കും. ദെൻ യൂസ് കോസ്റ്റ് സെന്റർ ഫോർ ജോബ് കോസ്റ്റിംഗ്. അതുപോലെ മെയിൻറ്റെയിൻ മോർ ദാൻ 1 പെയർ ഓഫ് ഓർ കോസ്റ്റ് കാറ്റഗറീസ്. ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ കോസ്റ്റ് പ്രോഫിറ്റ് സെന്റേഴ്സിൽ കാണിക്കുന്നത്. ഇതിനടുത്തതാണ് ഇൻവോയ്സ് എന്ന് പറയും. ഇൻവോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനേബിളിംഗ് ഇൻവോയ്സ് എനേബിൾ ചെയ്യണോ? റെക്കോർഡ് പർച്ചേസ് ഇൻവോയ്സ് മോഡൽ ആക്കണോ?
അതുപോലെ യൂസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നോട്ട്സ്. ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് കാർഡ് നോട്ടും ഉപയോഗിക്കണോ, മീൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പുട്ട് എസ് എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ബജറ്റ് ആൻഡ് സിനാരിയോ മാനേജ്മെന്റ്, ഈ അക്കൗണ്ടിൽ വരുന്ന മറ്റൊരു ഫീച്ചറും കൂടിയാണ് ബജറ്റും സിനാരിയോ മാനേജ്മെന്റ്. മെയിൻറ്റെയിനിങ് ബജറ്റ് ആൻഡ് കൺട്രോൾ, ബജറ്റ് ഉണ്ടാക്കണം, മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത്. ദെൻ യൂസ് ഓഫ് റിവേഴ്സ് ജേർണൽ, അതുപോലെ തന്നെ ഓപ്ഷണൽ വൗച്ചേഴ്സ്, അത് വേണമെന്ന് ചോദിക്കുന്ന കേസാണ്. ഇതിന് അടുത്താണ് ബാങ്കിങ് ഫീച്ചേഴ്സ്. നമ്മൾ ചെക്ക് എനേബിൾ ചെയ്യണം, ചെക്കിന്റെ പ്രിന്റ് എനേബിൾ ചെയ്യണോ. അതുപോലെ തന്നെ സെറ്റ് ആൾട്ടർ ട്രാൻസാക്ഷൻസ്, നമുക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷൻസിനും അത് ആൾട്രേഷൻ ചെയ്യണോ വേണ്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത് ദെൻ ബാങ്കിങ് ഫീച്ചേഴ്സ് ആൾട്ടർ ചെയ്യണോ, അതുപോലെ തന്നെ പോസ്റ്റ് ഡേറ്റ് ട്രാൻസാക്ഷൻസ് ഓൺ ആക്കണോ വേണം. മീൻസ് നമുക്ക് പോസ്റ്റ് ഡേറ്റിൽ ട്രാൻസാക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ആ വൗച്ചറൊക്കെ എൻ്റർ ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഇത് ഓൺ ആക്കിയാൽ മാത്രമേ സാധിക്കുള്ളൂ. ദെൻ എനേബിൾ സീറോ വാല്യൂഡ് ട്രാൻസാക്ഷൻസ്. ഇപ്പൊ നമുക്കറിയാം ചില ട്രാൻസാക്ഷനിൽ സീറോ മീൻസ് പൈസ ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് നോ വാല്യൂസ്. അങ്ങനത്തെ ട്രാൻസാക്ഷൻസ് എനേബിൾ ചെയ്യണം. നമ്മളിപ്പോൾ ഉദാഹരണം അറിയാതെ ഒരു ട്രാൻസാക്ഷൻ അടിക്കുന്ന സമയത്ത് പേയ്മെന്റ് ചെയ്താൽ മറന്നുപോയി, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ വരും പേയ്മെന്റ് അടിച്ചിട്ടില്ല. ഇത് എസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെന്റ് അടിക്കാതെ തന്നെ ട്രാൻസാക്ഷൻസ് അടിക്കാൻ പറ്റും. ദെൻ മെയിൻറ്റെയിൻ മൾട്ടിപ്പിൾ മെയിൽ ഡീറ്റെയിൽസ്, കമ്പനിയുടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മെയിൽ ഡീറ്റെയിൽസുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ ലെഡ്ജർ സെറ്റപ്പ് ആൾട്ടറേഷൻ ഒക്കെ ചെയ്യണം. അതുപോലെ കമ്പനി ലോഗോ എനേബിൾ ചെയ്യണം, മീൻസ് പ്രിന്റ് എടുക്കുന്ന സമയത്തൊക്കെ. അതുപോലെ മാർക്ക് ചേഞ്ചസ് വൗച്ചേഴ്സ്, മാർക്ക് ചേഞ്ച്ഡ് വൗച്ചേഴ്സിലെ ചേഞ്ചസുകളൊക്കെ കാര്യങ്ങൾ മെഷർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ കാര്യങ്ങൾ. എസ് കൊടുത്താലൊക്കെ റെഡിയാവും. അപ്പൊ ഇതാണ് F11 ഫീച്ചേഴ്സിലെ F1 ഫീച്ചറായ അക്കൗണ്ട്സിൽ പറയുന്ന കാര്യങ്ങൾ. ഇതിന് അടുത്ത കേസുകളാണ് നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാറ് F2 ഫീച്ചേഴ്സ് ആണ്. അതായത് ഇൻവെന്ററി ഫീച്ചേഴ്സ് എന്ന് പറയും. ഇൻവെന്ററി ഫീച്ചേഴ്സിൽ എന്തൊക്കെയാന്ന് നോക്കാം. ഈ ഇൻവെന്ററി ഫീച്ചേഴ്സിൽ നമ്മൾ കാണുന്നത് ഇതും 1, 2, 3, 4, 5, 6, 7 രീതിയിൽ നിന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റത്തെ ജനറൽ കാറ്റഗറിയിലാണ്. ജനറൽ കാറ്റഗറിയിൽ ഇന്റഗ്രേറ്റ് അക്കൗണ്ട് വിത്ത് ഇൻവെന്ററി. നേരത്തെ നമ്മൾ അക്കൗണ്ട്സിലും പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. നമ്മൾ ഇൻവെന്ററികളും അക്കൗണ്ട്സിനുമായിട്ടും ബന്ധപ്പെടുത്തണോ എന്ന് ചോദിക്കുന്നത്. അതുപോലെ എനേബിൾ സീറോ വാല്യൂ ട്രാൻസാക്ഷൻസ്, നേരത്തെ പറഞ്ഞ സീറോ വാല്യൂ ട്രാൻസാക്ഷൻസിനെ എനേബിൾ ചെയ്യിക്കണോ ഇൻവെന്ററിയിലായാൽ പോലും. ദെൻ സ്റ്റോറേജ് ക്ലാസിഫിക്കേഷൻസ്, മെയിൻറ്റെയിൻ മൾട്ടിപ്പിൾ ഗോഡൌൺസ്. നമ്മളിപ്പോ ഇൻവെന്ററീസ് സ്റ്റോർ ചെയ്യുന്നത് പല പല ഗോഡൌൺസിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എസ് എന്നുള്ളത് കണ്ടുവരും. കാരണം നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. ദെൻ മെയിൻറ്റെയിൻ സ്റ്റോക്ക് കാറ്റഗറി, സ്റ്റോക്കിന്റെ കാറ്റഗറീസ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ നമ്മൾ ഉദാഹരണം പല രീതിയിലുള്ള സ്റ്റോക്സുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എസ് നൽകേണ്ടതാണ്. അതുപോലെ മെയിൻറ്റെയിൻ ബാച്ച് വൈസ് ഡീറ്റെയിൽസ്, അതുപോലെ എക്സ്പയറി ഡേറ്റ്. ഇപ്പൊ ഓരോ സാധനം ഓരോ മെറ്റീരിയൽസ് ഇൻവെന്ററീസ് കൊണ്ടുവന്നത് പല രീതിയിലുള്ള ബാച്ചുകളോ, അങ്ങനെയാണെങ്കിൽ ആ ബാച്ച് വൈസ് ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ നമ്മൾ എസ്. അതുപോലെ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും എക്സ്പയറി ഡേറ്റ് ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ എക്സ്പയറി ഡേറ്റ് എന്ത് ചെയ്യണം അവിടെ മെൻഷൻ ചെയ്യണം. യൂസ് സെപ്പറേറ്റ് ആൻഡ് ആക്ച്വൽ ബിൽഡ് ക്വാണ്ടിറ്റി കോളം. അതായത് സെപ്പറേറ്റ് ആക്ച്വൽ എമൗണ്ടും ബിൽഡ് എമൗണ്ടിന്റെയും ക്വാണ്ടിറ്റി എമൗണ്ട്സ് ഉണ്ടാവില്ല. ഇപ്പൊ ഉദാഹരണം നമ്മൾ ആക്ച്വൽ ആയിട്ട് നമുക്ക് കിട്ടിയത് 100 പക്ഷെ നമ്മൾ ബില്ലിൽ കാണിച്ച് 120. അങ്ങനെ സെപ്പറേറ്റ് കോളംസ് കാണിക്കണം. 100ന്റെയും 120ന്റെയും സെപ്പറേറ്റ് കോളംസ് കാണിക്കണം. ഇത് എസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും കാണിക്കും. അതുപോലെ തന്നെ ഓർഡർ പ്രോസസ്സിംഗ്, എനേബിൾ പർച്ചേസ് ഓർഡർ പ്രോസസ്സിംഗ്. അപ്പൊ അത് പർച്ചേസ് ഓർഡർ പ്രോസസ്സിംഗ് കാണിക്കണമെങ്കിൽ എസ് നൽകിയാൽ മതി. അതുപോലെ എനേബിൾ സെയിൽസ് ഓർഡർ പ്രോസസ്സിംഗ്, അതിനുണ്ട് അത് കാണിക്കണമെങ്കിൽ ആ ഫീച്ചേഴ്സ് കാണിക്കണമെങ്കിൽ എസ്. Enable job order processing, enable the option to maintain multiple godown and use material in and out vouchers. അപ്പൊ നമ്മള് ഒരു ഗോഡൗന്ന് പുറത്ത് പോകുന്നതും അതിലേക്ക് വരുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനേബിൾ ജോബ് ഓർഡർ പ്രോസസ്സിംഗ് കോഴ്സുകൾ ചെയ്യുന്നത്. ദെൻ ഇൻവോയ്സിന്റെ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ജനറൽ പറഞ്ഞ് സ്റ്റോറേജ് പറഞ്ഞ ക്ലാസ് ഓർഡർ പ്രോസസ്സിംഗ് ആണ്. ഇനി പറയാനുള്ളത് ഇൻവോയ്സ് ആണ്. എനേബിൾ ഇൻവോയ്സ്, ഇൻവോയ്സുകൾ എനേബിൾ ചെയ്യണോ, എസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ റെക്കോർഡ് പർച്ചേസ് ഇൻ ഇൻവോയ്സ് മോഡൽ. അപ്പോൾ നമ്മളെ പർച്ചേസ് മോഡൽ ഇൻവോയ്സിലൊക്കെ റെക്കോർഡ് ചെയ്യണം. അതുപോലെ യൂസ് ഡെബിറ്റ് നോട്ട് വേണോ ക്രെഡിറ്റ് നോട്ടുകൾ വേണോ. ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എസ് എന്ന് കൊടുത്താൽ മതി. അതുപോലെ അടുത്താണ് പർച്ചേസ് മാനേജ്മെന്റ്. ട്രാക്ക് അഡീഷണൽ കോസ്റ്റ് ഓഫ് പർച്ചേസ്. അതായത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കോസ്റ്റ് ഉണ്ടാവും, മെറ്റീരിയൽ കോസ്റ്റ്സ് ഉണ്ടാവും. ഈ മെറ്റീരിയൽ കോസ്റ്റ് അല്ലാതെ തന്നെ മറ്റു ഏതെങ്കിലും കോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ ട്രാക്ക് ചെയ്യുന്ന എസ്.
ദെൻ സെയിൽസ് മാനേജ്മെന്റ് യൂസ് മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽ. അതായത് നമ്മളൊരു പ്രൊഡക്റ്റിന് തന്നെ പല രീതിയിലാണ് പ്രൈസിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ സെയിൽസ് മാനേജ്മെന്റിൽ യെസ് നൽകിയിട്ട് നമ്മൾ എന്ത് മൾട്ടിപ്പിൾ പ്രൈസസ് എൻ്റർ ചെയ്യേണ്ടി വരും. ദെൻ അതർ ഫീച്ചേഴ്സ് ആണ് യൂസ് ട്രാക്കിംഗ് നമ്പർ. അതായത് നമ്മൾ ഡെലിവറി ചെയ്യുന്നു, അത് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ട്രാക്കിംഗ് നമ്പർ കൊടുക്കണമെങ്കിൽ ഓരോ ഐറ്റം റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ട്രാക്കിംഗ് നമ്പേഴ്സ് ഉണ്ട്, അത് കൊടുക്കണമെങ്കിൽ നമ്മൾ വി നീഡ് ടു പുട്ട് എസ്. ദെൻ യൂസ് റിജക്ഷൻ ഇൻവേർഡ്സ്. സോ യൂസ് റിജക്ഷൻ ഇൻവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്. അതായത് നമുക്ക് സെയിൽസ് ഇത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സെയിൽസ് റിട്ടേൺസ്, പർച്ചേസ് റിട്ടേൺസും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോ ഇൻവെന്ററി ആയാലും നമുക്ക് വന്നതും അതുപോലെ നമ്മൾ കൊടുത്ത മീൻസ് ഒരു ഗോഡൗൺ അല്ലെങ്കിൽ ഒരു ഇൻവെന്ററിന്ന് അത് പ്രൊഡക്ഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് പ്രൊഡക്ഷൻ അതേപോലെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇൻവേർഡ് എന്ന് പറയും. അതുപോലെ നമ്മളെന്തെങ്കിലും വാങ്ങിയിട്ടുണ്ട്, അതായത് ഒരു പ്രൊഡക്ഷൻ ഏരിയയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഇൻവെന്ററി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇൻവെന്ററിയും തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻവേർഡ് ഔട്ട്വേർഡ് നോട്ട്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ യൂസ് ഓഫ് മെറ്റീരിയൽ ഇൻ ആൻഡ് ഔട്ട് വൗച്ചേഴ്സ്. അതുപോലെ തന്നെ യൂസ് ഓഫ് കോസ്റ്റ് ട്രാക്കിംഗ് ഓഫ് സ്റ്റോക്ക് ഐറ്റം. അതായത് സ്റ്റോക്ക് ഐറ്റത്തിന്റെ കോസ്റ്റ് ട്രാക്കിംഗ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, വി നീഡ് ടു പുട്ട് എസ്. അപ്പൊ ഇതാണ് ഇൻവെന്ററി അല്ലെങ്കിൽ F11 ഫീച്ചേഴ്സിലെ F2 ഫീച്ചറായ ഇൻവെന്ററിയിൽ പറയുന്നത്. അടുത്ത ഫീച്ചറാണ് നമുക്ക് എന്താ സ്റ്റാറ്റ്യൂട്ടറി F3 ഫീച്ചേഴ്സ്. F3 ഫീച്ചേഴ്സ് എന്ന സാധനം സ്റ്റാറ്റ്യൂട്ടറി ഫീച്ചേഴ്സ് എന്ന് പറയും. സോ ഈ സ്റ്റാറ്റ്യൂട്ടറി ഫീച്ചേഴ്സ് നമുക്ക് കാണാനുള്ളത് ഈ GST അതുപോലെ തന്നെ നമ്മളുടെ വാറ്റിന്റെ കേസുകളാണ് പറയുന്നത്. ഗവൺമെന്റിലേക്ക് നമ്മൾ കാണിക്കേണ്ട ഇൻഫർമേഷൻസുകളാണ്. അപ്പൊ എന്നോട് ചോദിക്കുന്ന ഫസ്റ്റ് കേസ് എനേബിൾഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതായത് നമ്മൾ എൻട്രി ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷനും GST കാണിക്കണോ, അതാണ് ഈ എസ് നൽകേണ്ടതാണ്. ദെൻ എനേബിൾ ദ വാല്യൂ ആഡഡ് ടാക്സ്. വാറ്റിന്റെ ഇൻഫർമേഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു പുട്ട് എസ്. അതുപോലെ എനേബിൾ എക്സൈസ്. ദെൻ എക്സൈസ് ടാക്സ് കാണിക്കണം, അതുപോലെ സർവീസ് ടാക്സ് കാണിക്കണം. ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ സ്റ്റാറ്റ്യൂട്ടറിയിൽ കാണിക്കുന്നത്. ദെൻ എനേബിൾ ദ ടാക്സ് ഡിഡക്ഷൻസ്. നമുക്കറിയാം, നമ്മൾ ടാക്സിൽ പഠിച്ചിട്ടുണ്ട് ATC ഡിഡക്ഷൻസ്. അങ്ങനെ കമ്പനിക്ക് ഉണ്ടാവുന്ന ഡിഡക്ഷൻ അറ്റ് സോഴ്സിൽ ഡിഡക്ഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എസ് നൽകണം വേണമെങ്കിൽ. അതുപോലെ എനേബിൾ ടാക്സ് കളക്ഷൻസ്, ഇതിന് എസ് നൽകണം. മീൻസ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഈ ഫീച്ചേഴ്സ് ഒക്കെയാണ് നമുക്ക് ഇതിൽ ടാക്സിന്റെ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ടാക്സ് എന്ന ഫീച്ചറിൽ, അതായത് F3 ഫീച്ചറിൽ പറയാനുള്ളത്. ടാക്സ്, GST, വാറ്റ്, അതുപോലെ സർവീസ് ടാക്സ്, ടാക്സ് അറ്റ് സോഴ്സസ് അല്ലെങ്കിൽ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്, ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സ്. ഇത്ര കാര്യങ്ങളാണ് F3 ഫീച്ചേഴ്സിൽ പറയുന്നത്. ഇതിന് അടുത്ത ഫീച്ചർ നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാല് പിന്നുള്ളത് F5 ആണ്. F4 ഫീച്ചറാണ്. F4 ഫീച്ചറാണ്. ഈ F4 ഫീച്ചറാണ് TSS എന്ന രീതിയിൽ അതിൽ കാണിച്ചിട്ടുള്ളത്. TSS നമുക്ക് യൂഷ്വലി നമ്മൾ ബുക്കിലുള്ളത് tally.net ഫീച്ചർ എന്ന് പറയും. ദാറ്റ് മീൻസ് റിമോട്ട് ലോഗിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫീച്ചറാണ്. അതായത് നമ്മളെ ടാലി അക്കൗണ്ട് അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് മറ്റൊരു സ്ഥലത്ത് ഇരുന്നിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതിനാണ് ഈ tally.net ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗേറ്റ് വേ ടാലിയിൽ വരുന്ന F11 ഫീച്ചേഴ്സിൽ tally.net ഫീച്ചേഴ്സ് ആണ്. അല്ലെങ്കിൽ നമ്മൾ F4 ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിലേക്ക് പോവാം. അപ്പൊ നമുക്ക് F4 ക്ലിക്ക് ചെയ്യാൻ കുറച്ചുകൂടി ബെറ്റർ. ദെൻ F4 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാലിയുടെ .net ഫീച്ചർ അല്ലെങ്കിൽ പുതിയ പേരായ TSS ഫീച്ചറിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ പറയുന്നത് വെച്ചാൽ, കാരണം കമ്പനീന്റെ കണക്ട് നെയിം ഇവിടെ അരുൺ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനീന്റെ കണക്ട് നെയിം കൊടുത്തിട്ടുള്ളത്. അതുപോലെ നെയിം ഓഫ് കോൺടാക്ട് പെർസ് കൊടുക്കുകയാണെങ്കിൽ അതുപോലെ കോൺടാക്ട് നമ്പർ. ദെൻ കണക്ട് ടു ബ്രോസസ് ആക്സസ്, അതായത് ബ്രോസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഈ കമ്പനീനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ എസ് എന്ന് കൊടുത്തത്. നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ റിമോട്ട് ലോഗിങ്ങും കാര്യങ്ങളും പറ്റില്ല. അതുപോലെ കണക്ട് ടു tally.net സർവീസസ്, tally.net സർവീസിലേക്ക് കണക്ട് ചെയ്യണം. അവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുന്ന ഡാറ്റകൾ മറ്റൊരു കമ്പ്യൂട്ടറിൽ ടാലി ഓപ്പൺ ചെയ്തിട്ട് നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ SMS സർവീസസുകൾ ചെയ്യണം. അതുപോലെ ടു കണക്ട് ലോഡിംഗ്, കമ്പനി ലോഡിങ്ങിലേക്ക് കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ SMS സർവീസസ് വേണമെന്ന് ചോദിക്കുന്ന കാര്യമാണ് കമ്പനിയുടെ TSS ഫീച്ചർ അല്ലെങ്കിൽ tally.net ഫീച്ചർ എന്ന് പറയുന്നത്. ഇതാണ് അടുത്തൊരു ഫീച്ചറാണ് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ഫീച്ചറാണ് F6 ഫീച്ചേഴ്സ് എന്ന് പറയും. ആഡ് ഓൺ ഫീച്ചർ എന്ന് പറയും. ഈ ആഡ് ഓൺ ഫീച്ചർ വെച്ചാൽ നമുക്ക് തന്നിട്ടില്ല, കാരണം വെച്ചാൽ നമ്മൾ ആഡ് ഓൺ ചെയ്യും. നമ്മൾ തേർഡ് പാർട്ടി ആപ്പ് ആണ് അതോ അല്ലെങ്കിൽ ടാലി പാർട്ണർഷിപ്പ് ഉള്ള ആപ്പുകൾ എന്ത് ചെയ്യും, നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ആപ്പുകൾ നമ്മളെ ഈ ടാലിന്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാലിയുടെ ആഡ് ഓൺ ഫീച്ചർ വെച്ചിട്ടുള്ളത്. ചില കാര്യങ്ങൾ, അതായത് ചില രീതിയിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യും ആവശ്യം ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ആ ഫീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം ടാലി പാർട്ണർഷിപ്പ് ഉള്ള അല്ലെങ്കിൽ ടാലിയുടെ പാർട്ണർഷിപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം വാങ്ങിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെ പെയ്ഡ് കാര്യങ്ങളാണ്.
അപ്പൊ അതിനുള്ള ഫീച്ചറാണ് ടാലി ആഡ് ഓൺ ഫീച്ചർ എന്ന് പറയും. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രേ ഉള്ളൂ. F11 ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്.